നിൽക്കുന്നത് ഗോവയിലാണ്. ഇന്ന് ഗോവയിലെ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങളുടേത്. ഞങ്ങൾ നോർത്ത് ഗോവയിലാണ് ഇപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഉള്ളത്. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഏതായാലും ഇപ്രാവശ്യം എയർപോർട്ട് ലോഞ്ചിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടുത്തെ ലോഞ്ചിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് വെറൈറ്റീസിൽ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസായ ഉപ്പുമാവ്, ഇഡ്ഡലി, പോഹ ഇതൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഞങ്ങളുടെ ഫ്ലൈറ്റ് നോർത്ത് ഗോവയിലുള്ള മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഗ്രാൻഡ് പാസ് ഇൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്റ്റേയിൽ വന്ന് ഞങ്ങൾ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. അടിപൊളി റൂം. ഞാൻ നിങ്ങളെ റൂമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതുമാത്രമല്ല, ഇവിടുത്തെ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ തന്നെ കാണാം. എല്ലാം മരങ്ങളും ഫുൾ പ്രകൃതി നമുക്ക് സിമിലർ ആയിട്ട് തോന്നും. നല്ല ബ്യൂട്ടിഫുൾ പൂളും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഗാർഡനും ഈ പച്ചപ്പിൻ്റെ നടുവിൽ ഈ നീല കളറുള്ള സ്വിമ്മിംഗ് പൂളും അതിൻ്റെ കൂടെ നമ്മളുടെ ഓൾഡ് പോർച്ചുഗീസ് മോഡലിലുള്ള ഈ വീടുകളും കാണുവാൻ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലെ വിശേഷങ്ങൾ കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് കാണാനൊരു നല്ലൊരു കൂൾ ബ്രേസി ആയിട്ടുള്ളൊരു സീ തീമിലാണ് ചെയ്തത്. ഇവിടെ ഒരു ചെറിയ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് അവർ ബാത്ടബ്. ഇതൊക്കെയാണ് റൂമിലെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണാം. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു പോർച്ചുഗീസ് ഗോവൻ സ്റ്റൈലിൽ പണിയപ്പെട്ട വീടിനെ റെനോവേറ്റ് ചെയ്തെടുത്തതാണ് ഈ ഗ്രാൻഡ് പാസ് ഇൻ എന്ന് പറയുന്ന ഹെറിറ്റേജ് ഹോട്ടൽ. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായി. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്ത് വന്നേക്കുവാണ്. ഇത് ഗോവയുടെ ക്യാപിറ്റൽ സിറ്റിയായ പഞ്ചിമിലുള്ള റിറ്റ്സ് ക്ലാസിക് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റ്സ് ഹിയർ ഇൻ പഞ്ചിം. ആൻഡ് ഞങ്ങളിവിടെ വന്നിട്ട് കുറേ ഡിഷസ് ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഫിഷ് താലി, പിന്നെ ഫിഷ് ബിരിയാണി, പ്രോൺസ്, അങ്ങനെ കുറേ ഫിഷ് വെറൈറ്റീസ് എല്ലാം ട്രൈ ചെയ്തു. ആൻഡ് എവറിത്തിങ് വാസ് അടിപൊളി കേട്ടോ, എല്ലാം അടിപൊളിയായിരുന്നു. ഇത് പഞ്ചമിലുള്ള വൺ ഓഫ് ദ ഫേമസ് ചർച്ചാണ്, മേരി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച്. ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒത്തിരി സ്പോട്ടുകളുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങിൻ്റെയും. ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഈ ബേക്കറിയിലുള്ള എല്ലാ സ്നാക്ക് വെറൈറ്റീസും അടിപൊളിയായിരുന്നു. ഇനിയിപ്പം ഗോവയിൽ ഒരു പ്രാവശ്യം കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ റെഡിയാണ്. കാരണം ഇതുവരെ ട്രൈ ചെയ്ത എല്ലാ ഗോവൻ ഡിഷസും അടിപൊളിയായിരുന്നു. ഗോവയിലെത്തിയിട്ട് മറ്റൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് തോന്നിയത് ഇവിടുത്തെ വൈൻ ആൻഡ് ലിക്കർ ഷോപ്പ് വിസിറ്റ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഓരോ ബ്രാൻഡും ഇവർ വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ബ്രാൻഡിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇവർ ബോട്ടിലിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കേരളത്തിൽ കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് അവസാനം ഞങ്ങൾ സ്റ്റേയിലും എത്തി.
അങ്ങനെ പൂൾ സൈഡിലിരുന്ന് ഒരു അടിപൊളി ഡിന്നറും കഴിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയേ ഉള്ളൂ. ഇനി ബാക്കി ഗോവൻ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.